നമസ്കാരം. കേരളം മുഴുവനും അർജുൻ ആയങ്കിക്ക് വേണ്ടി വലിയ തരത്തിലുള്ള സെർച്ചിങ് തിരയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന പോലീസും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പും മറ്റ് എല്ലാ സംസ്ഥാന വകുപ്പിന്റെ എല്ലാ വകുപ്പും ക്രോഡീകരിച്ചുകൊണ്ട് ഒരു അടിത്തട്ടിലുള്ള തിരയിൽ തന്നെ നടത്തുന്നുണ്ട്. അർജുൻ ആയങ്കി തന്നെ ഇതിനെ കളിയാക്കി പറഞ്ഞത്, ഈ തെരച്ചിലെല്ലാം നിങ്ങൾ കടലിൽ തിരഞ്ഞിരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കടലിൽ മീൻ പിടിക്കാൻ പോയി അവിടെ പെട്ടുപോയ മത്സ്യത്തൊഴിലാളികൾ രക്ഷിക്കാമായിരുന്നു. ഈ തെരച്ചിലിന്റെ ഇത്ര ആത്മാർത്ഥത നിങ്ങൾ അവിടെ കാണിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ എന്നുള്ള തരത്തിലൊക്കെയാണ്. അപ്പം ഏറ്റവും പുതുതായി ഇപ്പൊ വരുന്നത് അർജുൻ ആയങ്കിക്ക് വേണ്ടി സംസ്ഥാനത്ത് പോലീസ് പലയിടങ്ങളിലും, ആദ്യം പറഞ്ഞു തൃശ്ശൂരിൽ എവിടേക്കോ ഉണ്ടെന്ന് പറയപ്പെടുന്നു, പിന്നീട് അത് എറണാകുളത്തോട്ട് വന്നു എന്ന് പറയപ്പെട്ടു. ഏറ്റവും അവസാനം പറഞ്ഞത് എറണാകുളത്ത് നിന്നും പോയി ഈ പറഞ്ഞ സംസ്ഥാനം കടന്നു കർണാടകയിലോട്ട് പോയി എന്നുള്ള വാർത്ത വരുന്നു. അതും കഴിഞ്ഞ് കർണാടക കടന്നിട്ടില്ല, തലസ്ഥാനത്ത് ഉണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പം അർജുൻ ആയങ്കി എവിടെയാണെന്നുള്ള ചർച്ച ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്നവരെ 2-3 മണി വരെ അർജുൻ ആയങ്കിയെ കുറിച്ച് സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ സംസ്ഥാന പോലീസിനോ ഒന്നും പ്രത്യേകിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അതിന് ഏറ്റവും പുതുതായി വരുന്നൊരു വാർത്ത, അർജുൻ ആയങ്കി വിഷയവുമായി ബന്ധപ്പെട്ട് പി ജയരാജനെതിരെ ഒരു ഒളിയമ്പുമായി CPM-ന്റെ മുൻ നേതാവായിരുന്ന മനു തോമസ് രംഗത്തെത്തി എന്നുള്ളതാണ്. അദ്ദേഹം CPM-ൽ നിന്ന് മെമ്പർഷിപ്പ് പുതുക്കാത്തതിന്റെ പേരിൽ CPM-ൽ നിന്ന് പുറത്താക്കപ്പെട്ട നേതാവ് കൂടിയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അർജുൻ ആയങ്കിയെ പോലുള്ള ആൾക്കാരെ ഇത്തരത്തിൽ ആക്കി വിടുന്നത് CPM-ന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പി ജയരാജനെ പോലുള്ള നേതാക്കന്മാരാണ് എന്ന് പറയുന്നു. അദ്ദേഹം പി ജയരാജന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ, അർജുൻ ആയങ്കിയെ പോലുള്ളവരെ ഇന്ന് കാണുന്ന രൂപത്തിലാക്കിയത് പ്രധാന കുറ്റവാളി CPM-ന്റെ മുൻ കണ്ണൂർ ജില്ലാ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. അപ്പം ഈ പറഞ്ഞ പോലെ ഈ ജയരാജനെതിരെയുള്ള ഒളിയമ്പ് അത് ഇന്നും നിലനിർത്തിയില്ല. ജയരാജന്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ആരായിരുന്നു കണ്ണൂരിന്റെ മുൻ CPM-ന്റെ ജില്ലാ സെക്രട്ടറി എന്ന് എല്ലാവർക്കും അറിയാവുന്ന തന്നെ ഉള്ളൂ. പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ പോലെ പി ജയരാജനാണ് എന്നുള്ള കാര്യം വളരെ കൃത്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള അർജുൻ ആയങ്കിമാരെ പോലുള്ള ആൾക്കാരെ പടച്ചു വിട്ടത് ഇത്തരത്തിലുള്ള പി ജയരാജനെ പോലുള്ള നേതാക്കന്മാരാണ് എന്നുള്ളതും അവരെ കൊണ്ട് പൊറുതി വിട്ടുന്നത് ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ കൊണ്ടാണ് എന്നുള്ളതൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്നിരുന്നാൽ പോലും അർജുൻ ആയങ്കി ഇപ്പോഴും പോലീസിന് കിട്ടിയിട്ടില്ല. മാത്രമല്ല, ഇതിന്റെ ഒരു വശം നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോ പിണറായി വിജയൻ പറഞ്ഞത്, മാധ്യമങ്ങൾക്ക് മുമ്പിൽ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, അർജുൻ ആയങ്കി ആരാണ്, അങ്ങനെ അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് അദ്ദേഹത്തെ പിടിക്കട്ടെ. അപ്പം ഇത്തരത്തിൽ എന്താ പറയാ, അർജുൻ ആയങ്കി കൈവിട്ടിട്ടുള്ള രീതിയിലാണ് CPM പറഞ്ഞത്, CPM-ന്റെ പിണറായി വിജയൻ പറയുന്നത്. പക്ഷെ ഇങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ഈ അർജുൻ ആയങ്കി നമുക്കറിയാം, പി ജയരാജൻ ആർമിയിലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലെല്ലാം അദ്ദേഹമായിരുന്നു അതിന്റെ ലീഡ് ചെയ്തിരുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഒരു നേതാവാണ് അർജുൻ ആയങ്കി എന്നറിയപ്പെടുന്നത്. പലപ്പോഴും ഇദ്ദേഹം ജയരാജന്റെ വലം കൈ അല്ലെങ്കിൽ ജയരാജന് സൃഷ്ടിച്ച സൃഷ്ടി എന്നുള്ള തരത്തിലെല്ലാം പറയപ്പെടാറുണ്ട്. പല മാധ്യമങ്ങളും ഇന്ന് അങ്ങനെ പറയപ്പെടുന്നുമുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താ നമുക്കറിയില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അദ്ദേഹത്തെ കൊണ്ട്, ഈ അർജുൻ ആയങ്കിയെ കൊണ്ട് CPM അദ്ദേഹത്തെ തള്ളി പറയുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. പിണറായി വിജയൻ തള്ളി പറയുന്നു. പക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോഴും പി ജയരാജന്റെ ഫോട്ടോ വെച്ച പല പോസ്റ്റുകളും അർജുൻ ആയങ്കിയുടെ കമന്റ് ബോക്സിനൊക്കെ വലിയ തരത്തിലുള്ള അദ്ദേഹത്തിന് പിന്തുണ നൽകിക്കൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. എന്തായാലും അർജുൻ ആയങ്കി വലിയ തരത്തിലുള്ള വിഷയം വന്നു. അതോടൊപ്പം തന്നെ ജയരാജനെ വീണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിലും മുഖ്യധാര മാധ്യമങ്ങളിലും ചർച്ചാ വിഷയമായി കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ജയരാജന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഇത്തരത്തിൽ ജയരാജനെതിരെ ഇപ്പോ ഈ ഒരു ആക്രമണം തൊടുക്കാനുള്ള കാരണം, ജയരാജനെതിരെ ഓൾറെഡി ഒരു വലിയ തരത്തിലുള്ള അലിഗേഷൻസ് ഇരിക്കുന്നുണ്ട്. CPM-ൽ ഈ പറഞ്ഞ പോലെ പിണറായി വിജയനെതിരെയുള്ള വലിയ തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടെന്നുള്ളതും, അദ്ദേഹം ഇനി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് MP ഗോവിന്ദനെ വേണ്ട എന്നുള്ളതും, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയനെ വേണ്ട എന്നുള്ളതും നല്ലൊരു വിഭാഗം CPM നേതാക്കന്മാർ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ പല ഭാഗം ഈ പരാജയപ്പെട്ടതിനു ശേഷം CPM-ന്റെ ഏരിയ കമ്മിറ്റി മുതൽ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, കേന്ദ്ര കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ അടക്കമുള്ള പല കമ്മിറ്റികളിലും ഇത്തരത്തിലുള്ള രൂക്ഷമായ വിമർശനം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇത്തരത്തിൽ വേണ്ട ആവശ്യമില്ല, മാറ്റണം എന്നുള്ളത്. ചില ജില്ലാ കമ്മിറ്റികൾ പരസ്യമായി പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു MLA ആവാൻ പോലും യോഗ്യതയില്ല പിണറായി വിജയൻ എന്ന് പറഞ്ഞായിരുന്നു. അതിനെല്ലാം പിന്നീട് നമ്മൾ ചർച്ച ചെയ്തായിരുന്നു. പിന്നീട് MA ബേബിയുടെ നേതൃത്വത്തിൽ CPM-നുള്ള ഒരു സമാന്തര CPM രൂപീകരിക്കപ്പെടുന്നു എന്നുള്ളതും, പിണറായി വിജയന്റെ രാജിക്കല്ലാണ്ട് മറ്റൊന്നിനും വഴങ്ങാത്ത ഒരു വിഭാഗമാണ് അവര് എന്നുള്ളതൊക്കെ. അപ്പം ഇത്തരത്തിൽ MA ബേബിയും പി ജയരാജന് അതിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ മുമ്പിൽ നിന്ന് നയിക്കുന്നത് MA ബേബിയാണ്. തൊട്ടു പിന്നെയായിട്ട് പി ജയരാജനും പിന്നീട് ശ്രീമതി ടീച്ചർ അടക്കമുള്ള, ശൈലജ ടീച്ചർ അടക്കമുള്ള, പി രാജീവ് അടക്കമുള്ള, ബാലഗോപാൽ അടക്കമുള്ള ഒരു സമുന്നതരായ പട തന്നെ അദ്ദേഹത്തിനെതിരെ രംഗത്തുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വന്നായിരുന്നു. എന്തായാലും MA ബേബിയാണ് അതിന് തുടക്കക്കാരൻ, MA ബേബിയാണ് അതിന് മുമ്പിൽ നിന്ന് നയിക്കുന്നത്.
തൊട്ടുപുറകിലായി ഇത്തരത്തിൽ CPM-ന്റെ പല നേതാക്കന്മാരും ഉണ്ട് എന്നുള്ളതെല്ലാം അന്ന് തന്നെ വാർത്ത വന്നായിരുന്നു. ഇപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിവെച്ച് ആലോചിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ P ജയരാജനെതിരെയുള്ള ഒരു ഒളിയമ്പ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് പിണറായി വശത്തിൽ നിന്നായിരിക്കും. പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്ന പിണറായി വിജയന്റെ ഭാഗത്തു നിന്നുള്ളവരായിരിക്കും. എന്തായാലും കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്നു എന്നുള്ള രീതിയിലോട്ട് CPM-ൽ നിന്ന് വരുന്നു. എന്തായാലും അർജുൻ ആയങ്കിയെ പോലത്തെ ഒരുപാട് നേതാക്കൾ, ഒരുപാട് ആയങ്കിമാരും തില്ലങ്കിമാരും ഇപ്പോഴും പാർട്ടിക്കുള്ളിലുണ്ട്. അവരെല്ലാം പാർട്ടിക്ക് വലിയ തരത്തിലുള്ള തലവേദന പലപ്പോഴായി പല സന്ദർഭങ്ങളിലായി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും അവസാനം ഈ പറഞ്ഞ പോലെ ആകാശ് തില്ലങ്കേരി അടക്കം അർജുൻ ആയങ്കിക്ക് വേണ്ടി പരസ്യമായി രംഗത്ത് വരുന്നു. ആകാശ് തില്ലങ്കേരിയൊക്കെ പരസ്യമായിട്ട് പറയുന്നത് ശബ്ദത്തെ തോക്കുകൊണ്ട് എതിർക്കാനാണെങ്കിൽ ആ തോക്കുകൾ പോരായിരിക്കും എന്നുള്ള തരത്തിലെല്ലാം അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്യമായി സപ്പോർട്ട് ചെയ്ത് വരുന്നു. അപ്പം ഇത്തരത്തിൽ അർജുൻ ആയങ്കിയാണ് ചർച്ചാ വിഷയങ്ങൾ. പലപ്പോഴും പല ആയങ്കിമാരും തില്ലങ്കിമാരും രംഗത്ത് വരുന്നു, ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്ത് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് വലിയ തരത്തിലുള്ള പ്രശ്നത്തിലോട് CPM-ൽ പോകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം പിണറായിയും MA ബേബിയും അല്ലെങ്കിൽ പിണറായിയും ഇത്തരത്തിലുള്ള മുൻ CPM-ന്റെ സംസ്ഥാന കണ്ണൂർ സെക്രട്ടറി ആയിരുന്ന P ജയരാജനടക്കം പല പ്രശ്നങ്ങളും ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നത്. പക്ഷെ പരസ്യമായി രംഗത്ത് വരാറില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പം ഈ പറഞ്ഞ പോലെ P ജയരാജനെ എതിർത്തുകൊണ്ട് മനു തോമസ് രംഗത്ത് വരുമ്പോൾ അത് കാര്യങ്ങൾ വളരെ കൃത്യമാണ്. പിണറായി വിജയൻ ഇതിനെതിരെ കളിക്കുന്നുണ്ട്, പുറകിൽ നിന്നും പടയൊരുക്കം പിണറായി വിജയന്റെ ഭാഗത്തു നിന്നാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു സന്ദർഭത്തിൽ കുത്തിപ്പറയുന്നത് എന്നുള്ള കാര്യം വളരെ കൃത്യമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ CPM-നുള്ള ഈ വിഷയം ഒരുപാട് ചർച്ചാ വിഷയങ്ങളിലോട്ട് പോകും എന്നുള്ളത് കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് CPM-ന്റെ വിശാല യോഗം അടുത്ത മാസം വരാൻ നിൽക്കുന്ന 13 മുതൽ 16 ദിവസം, 13, 14, 15, 16 ദിവസങ്ങളിൽ ചേരുന്നുണ്ട്. എന്തായാലും അത് വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമാകുന്നുള്ളത്. ഒരുപക്ഷെ CPM-ൽ നിന്നും പിണറായി വിജയന്റെ ഈ പറഞ്ഞ പോലെ നിലവിൽ അദ്ദേഹത്തിന്റെ പദവി, സംസ്ഥാന പ്രതിപക്ഷ നേതാവ് എന്നുള്ള പദവി എടുത്തു കളയാനും ചാൻസ് ഉണ്ട്. മാത്രമല്ല MV ഗോവിന്ദന്റെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള പദവിയും എടുത്തു പോകാൻ ചാൻസ് ഉണ്ട്. എന്നിരുന്നാൽ പോലും CPM-നുള്ളിൽ ഇത് വലിയ തരത്തിൽ ചർച്ചാ വിഷയമാകുമെന്നുള്ള ഉറപ്പാണ്. പ്രത്യേകിച്ച് ഈ ഒരു പരസ്യ പോർവിളിയുമായി രംഗത്ത് വരുന്നത് പരസ്യമായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും പല നേതാക്കന്മാരും വന്നിരുന്നു. ഇപ്പൊ ഏറ്റവും അവസാനമായിട്ടാണ് ഈ പറഞ്ഞ പോലെ മനു തോമസും രംഗത്ത് വരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം CPM-നുള്ളിൽ ഇനി എന്തൊക്കെ നടക്കാൻ പോകുന്നുള്ളതും. പിണറായി വിജയനും P ജയരാജനും തമ്മിൽ നേർക്കുനേർ കൊമ്പ് കൊടുക്കുമോ എന്നുള്ള കാര്യവും, അതിന് ചുക്കാൻ പിടിക്കുന്നത് പിണറായി വിജയനെതിരെയുള്ള കൊമ്പ് കൊടുക്കൽ ചുക്കാൻ പിടിക്കുന്നത് MA ബേബി ആയിരിക്കുമോ എന്നുള്ള കാര്യങ്ങളും, അർജുൻ ആയങ്കിയെ പോലീസിന് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുമോ, അദ്ദേഹത്തെ കിട്ടുമോ, ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഈ നേരം വരെ അദ്ദേഹത്തെ കിട്ടിയിട്ടില്ല എന്നുള്ള വാർത്തകളാണ് വരുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം എന്തായിരിക്കും CPM-ന്റെയും സംസ്ഥാന സർക്കാരിന്റെയും നിലപാട് എന്നുള്ളത്.